ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്യാപ്റ്റൻ പൈററ്റ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുമായിട്ടാണ് ഗൈസ്. ഇന്ന് നമ്മൾ ബസ് സിമുലേറ്ററിലുണ്ടല്ലോ ഒരു അശോക് ലൈലാൻഡിൻ്റെ പുതിയൊരു ബസ്സിൻ്റെ ചേസ് എടുക്കാൻ പോകണം. അപ്പം നമുക്ക് അശോക് ലൈലാൻഡിലോട്ട് പോകാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചടപടയെന്ന് ലൈക്ക് അടിക്കും. മാക്സിമം ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പം നമുക്ക് നേരെ പോകാം. ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഫോർഡ് റേഞ്ചറിലാണ്, പുതിയ ഫോർഡ് റേഞ്ചറാണ്. അപ്പം നമുക്ക് നേരെ പോകാം. നമുക്ക് ഇവിടുന്ന് ലൈലാൻഡിലോട്ട് കുറച്ച് ദൂരമുണ്ട്, കുറച്ചധികം ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് നൈസായിട്ട് കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ലൈലാൻഡിലോട്ട് പോവാം. யாரு ஹீரோ கேக்குறாங்கல்ல, சொல்லுங்க ஜி, யாரு ஹீரோ? നമുക്കിനി വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ വോക്കിൽ സെറ്റ് ചെയ്യാനും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. കുറേ ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ എന്തായാലും കാണാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഉടനെ തന്നെ എന്തായാലും സെക്കൻഡ് പാർട്ട് വീഡിയോ തന്നെ ആയിരിക്കും. ആ സാറേ, നിങ്ങൾ ചേസ് റെഡി ആയിട്ടുണ്ട്, വന്നാൽ എടുത്തോളാം കേട്ടോ. അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമ്മുടെ ചേസ് അവിടെ റെഡിയായി കിടപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി എടുക്കണം. അവരാണ് ഇപ്പോൾ വിളിച്ചത്. നമുക്ക് പോയി പെട്ടെന്ന് പോയി എടുത്തിട്ട് പിടച്ച് വരാം. ഗൈസ്, നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ വേറെ കുറേ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചേസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണണം. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ചേസ് എടുത്തുകൊണ്ട് പോവാം.
അപ്പോൾ നമ്മുടെ ചേസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്. സബും ചെയ്യണം, ലൈക്കും ചെയ്യണം, എല്ലാം ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ ചേസ് താണ്ട് കിടപ്പുകൊണ്ട് ഇതിൽ കൂടെ അപ്പുറം കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തൂടെ കയറാം. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ നമുക്ക് കറങ്ങി കയറാം. ഓക്കെ, നമ്മൾ നമ്മുടെ ചേസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇശ്ശിരായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിസാഹസികമായി അതിനിടയ്ക്ക് നിന്ന് നമ്മുടെ ചേസ് പുറത്തെടുത്തു. അപ്പോൾ പക്ഷേ എൻ്റെ മറ്റേ ഫോർഡ് റേഞ്ചർ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വീട്ടിൽ തിരിച്ച് കൊണ്ടിട്ടോളൂ. അപ്പം അതിനെക്കുറിച്ച് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാം. നമ്മളെല്ലാം കത്തിച്ച് വിടുകയാണ് ചേസ്, വെച്ച് പറപ്പിക്കുക നമ്മൾ. ഏതാ ലുക്ക് ഗൈസ്, ഓൻ്റെ മോനെ, അയ്യോ പിടിച്ചേനെ. ഇങ്ങനെ ഓടിക്കുക, അതാകുമ്പോൾ കുറേ കൂടി എളുപ്പമുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഏതാ സ്പീഡ്, 150 അടുപ്പിച്ച് ഗൈസ്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. അപ്പോൾ ഗൈസ് നമ്മുടെ ചേസ് കൊണ്ട് പ്രകാശിൽ കൊടുത്തിട്ട് നമ്മുടെ സെഡസ്ത്ര V1 ബസ് നമുക്ക് പണിയിറക്കിയതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഇടുന്ന അടുത്ത പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ഒരു വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇനി നമ്മുടെ വണ്ടി റെഡിയായി കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഗ്യാരേജിൽ കൊണ്ടുപോയി സ്റ്റിക്കർ വർക്കും ലൈറ്റ് വർക്കും എല്ലാം ചെയ്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇറക്കാൻ. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് നമുക്ക് ചേസിൻ്റെ കൂടെ ഒരു ഫോട്ടോയും ഒരു സെൽഫിയും ഒക്കെ എടുത്തിട്ട് പോവാം. നമുക്ക് ഇനി പ്രകാശിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചേസിനെ നമുക്കിനി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു സെൽഫിയും ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. ഏതാ സാധനമല്ലേ ഗൈസ്, നമുക്കിനി ഒരു സെൽഫിയും കൂടി എടുക്കാം, എന്നിട്ട് നമുക്ക് പ്രകാശിലോട്ട് പോവാം.
അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ചേസ് കൊണ്ട് പ്രകാശി കൊടുത്ത് പണിയിച്ചിട്ട് വേണം നമുക്ക് ഒരു കുറേ വോക്കൽ സെറ്റ് ചെയ്യാനും സ്റ്റിക്കറൊക്കെ അടിക്കണം. എന്നിട്ട് വേണം ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ പെട്ടെന്ന് വെച്ച് പിടിക്കാം. നമുക്ക് എന്തായാലും നമ്മളിത് പണിഞ്ഞിറക്കുന്നതിന് നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് വേണം. വലുതായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബും കൂടി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്ത് തരണ്ട. നമ്മളും ജീവിച്ച് പോട്ടെ പിള്ളേ. നേരെ പെട്ടെന്ന് വെച്ച് നമ്മളെ പ്രകാശിലോട്ട് വിടാം. അടുത്ത മാപ്പ് ലോഡാവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ പ്രകാശിലോട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കിനി പെട്ടെന്ന് കത്തിച്ച് വിടാം. പ്രകാശ് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പ്രകാശിലെത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം. എന്നിട്ട് നമ്മുടെ ചേസ് കൊടുത്തിട്ട് വേണം വണ്ടി പെട്ടെന്ന് പണിയിച്ചെടുക്കാൻ. ഓക്കെ ഗൈസ്, ഈ കാണുന്നതാണ് പ്രകാശ്. അപ്പം നമുക്ക് അതിൽ കൂടെയാണെന്ന് തോന്നുന്നു എൻ്റർ. നമുക്ക് അതിൽ കൂടെ കയറാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പ്രകാശിനകത്തോട്ട് കടന്നിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടാം. നമുക്കിനി ഇവർ പണിഞ്ഞെടുക്കുന്ന സമയത്ത് തിരിച്ച് വരണം, വന്ന് നമ്മുടെ വണ്ടി എടുത്ത് പോവാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും പോവാം. എന്തായാലും കഴിച്ച് നമുക്ക് പോകുന്നതിന് അവസാനമായിട്ടൊരു സെൽഫിയും കൂടെ എടുത്തിട്ട് പോവാം. എന്തായാലും ഇനി നമുക്കിനി ചേസായിട്ട് ഇനി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി വേണമെങ്കിൽ എന്താ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടണമെങ്കിൽ നമുക്ക് പ്രകാശിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണക്കത്തെ ഒരു സെൽഫിയൊക്കെ എടുത്തിടാം. എന്തോ പറയുന്നു, സെൽഫി മതി, ഫോട്ടോ വേണ്ട. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ചേസും കൂടെ കാണുന്ന രീതിക്ക് ഒന്ന് എടുക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ പ്രകാശിൽ നിന്ന് പോകാൻ പോകണം. എന്തായാലും നമുക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് വേണം വന്ന് നമ്മുടെ വണ്ടി എടുക്കാൻ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്.